പ്രളയഭീതി ഒഴിയാതെ കേരളം. നാളെയും അതിശക്തമായ മഴ തുടരുമെന്ന് മുന്നറിയിപ്പ്. കൊല്ലവും തിരുവനന്തപുരവും ഒഴികെയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. 8 ജില്ലകളിൽ നാളെ അവധി. പത്തനംതിട്ടയിൽ ഗുരുതര സാഹചര്യം. മുഖ്യമന്ത്രി നാളെ ദുരന്തബാധിത മേഖലകൾ സന്ദർശിക്കും. സംസ്ഥാനത്ത് ഉണ്ടായത് മിന്നൽ പ്രളയമെന്ന് മുഖ്യമന്ത്രി. കാലാവസ്ഥ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നില്ല. ഡാമുകളിൽ നിന്ന് വെള്ളം ഒഴുക്കുന്നുവെന്ന പ്രചാരണം തെറ്റ്. മുന്നറിയിപ്പ് കിട്ടാത്തതുകൊണ്ട് ആളുകളെ ഒഴിപ്പിക്കാൻ സമയം കിട്ടിയില്ല എന്നും വി.ഡി. സതീശൻ. ക്യാമ്പുകളിൽ മരുന്നുകളുടെ ക്ഷാമമില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. വിവാദങ്ങളിൽ മറുപടിയുമായി മുഖ്യമന്ത്രി. ഹെലികോപ്റ്റർ യാത്ര, സ്വകാര്യ നിക്ഷേപകരെ കാണാൻ. ഖജനാവിന് 1 രൂപ പോലും നഷ്ടമുണ്ടായില്ല. ഭക്ഷണം കഴിച്ചതിൽ പോലും ഹീനമായ അപവാദ പ്രചരണം നടത്തുന്നു. ദുരന്ത സമയത്ത് കുത്തിത്തിരിപ്പുണ്ടാക്കരുതെന്നും വി.ഡി. സതീശൻ. എസ്. ശ്രീജിത്തിനെ DGP ആക്കിയതിൽ സർക്കാരിനെതിരെ ഹൈക്കോടതി. ആരോപണം നേരിടുന്നയാൾക്ക് സ്ഥാനക്കയറ്റം നൽകാൻ എന്താണ് തിടുക്കമെന്ന ചോദ്യം. നടപടി ചട്ടവിരുദ്ധം. ADGPയെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ വിജിലൻസ് ക്ലിയറൻസ് വേണ്ടേയെന്ന് കോടതി. ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനത്തിനു പിന്നാലെ ഖാദി ബോർഡ് സെക്രട്ടറി സ്ഥാനം രാജിവെച്ച് കെ രതീഷ്. നടപടി കശുവണ്ടി അഴിമതി കേസ് വിചാരണ നടപടികൾ ആരംഭിക്കാനിരിക്കെ രാജി ആവശ്യപ്പെട്ടത് മുഖ്യമന്ത്രി. ശബരിമല നെയ് വിവാദത്തിൽ പ്രതികരണവുമായി മിൽമ ചെയർമാൻ. മിൽമ നെയ് വേണ്ടെന്ന് ദേവസ്വം ബോർഡ് പറഞ്ഞിട്ടില്ലെന്ന് KS മണി. നടക്കുന്നത് മിൽമയെ കരിവാരി തേക്കാനുള്ള ശ്രമം. ഓർഡർ കിട്ടാത്തവരുടെ കുൽസിത പ്രവർത്തനമാണ് നടക്കുന്നതെന്നും മണി. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച 9 പ്രതികൾക്ക് ജാമ്യം. വധശ്രമം പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കുന്നില്ലെന്ന്. പ്രതികൾ 67 ദിവസമായി ജയിലിലാണെന്നും കോടതി. കേസിൽ പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ടെന്നും നിരീക്ഷണം. ഗുസ്തി താരങ്ങളുടെ ലൈംഗികാതിക്രമ പരാതിയിൽ ബ്രിജ് ഭൂഷൺ കുറ്റവിമുക്തൻ. നടപടി ദില്ലി വിചാരണ കോടതിയുടേത്. ബ്രിജ് ഭൂഷണെതിരെ പരാതി നൽകിയത് 6 താരങ്ങൾ. ജൻസികളുമായി സംവദിക്കാൻ RSS തലവൻ മോഹൻ ഭാഗവത് 2000 കുട്ടികളുമായി ആശയവിനിമയം നടത്തും. സംവാദം വ്യാഴാഴ്ച മുംബൈയിൽ.